ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ദിശയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വരുന്നത്, അല്ലേ? നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത്, അല്ലെ ആഗ്രഹിക്കുന്നത്, അല്ലെ നമ്മുടെ സ്റ്റഡി പറയുന്നത്, നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണോ മനസ്സിലായത് ആ ദിശയിലേക്ക് തന്നെയാണ് മാർക്കറ്റ് വരുന്നത്, ഇല്ലേ? വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് പ്രൈസ് ആക്ഷൻ പഠിച്ചവർക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യാനും ട്രെൻഡ് കൺഫേം ചെയ്യാനും മാർക്കറ്റ് ഏത് ദിശയിലേക്ക് പോകുന്നുവെന്നും എവിടെ ഇറങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ലെവലുകളൊക്കെ വളരെ വളരെ കൃത്യമായിട്ട് അതാത് ലെവലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെവലുകളിൽ നമുക്ക് ട്രേഡ് എടുക്കാനും പറ്റുന്നുണ്ട്. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഇന്നുണ്ടായിരുന്നു. നമുക്ക് ഉള്ള എക്സ്പീരിയൻസ്ഡ് ട്രേഡേഴ്സിനും ഒക്കെ ബിഗിനേഴ്സിനും രണ്ട് കൂട്ടർക്കും നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. ധാരാളം സ്ക്രീൻഷോട്ടുകളും കണ്ടു. സന്തോഷം. ചെറിയ പ്രോഫിറ്റുകളും വലിയ പ്രോഫിറ്റുകളും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. രാവിലെ 15 മിനിറ്റിനകം 15 മിനിറ്റിനകം തന്നെ ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട്. അതിന് ശേഷം വീണ്ടും ഈ ഫോൾ മുതലാക്കി വെരി ഹ്യൂജ് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരുണ്ട്. ഞാനിത് തള്ളിന് വേണ്ടി പറയുന്നതൊന്നുമല്ല. ഇപ്പോൾ എടുത്തവർ എന്നെ കേൾക്കുന്നുണ്ട് താനും. പക്ഷേ ഞാനൊന്നും അവരെ അങ്ങനെ മുന്നേ കൊണ്ടുവന്ന് റിവീൽ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യിപ്പിച്ചു എന്നൊന്നും പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. അത് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള അപ്രീസിയേഷൻസ് എനിക്ക് വേണ്ടതാണ്. അപ്പം നിങ്ങൾ സ്വയം വിലയിരുത്തുക. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ. അല്ല, തള്ളിനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ കൃത്യമായിട്ട് മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലേ? ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത്? ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ഒന്നുകിൽ 24,770 അല്ലെങ്കിൽ 24,850, ഇല്ലേ? ഈ രണ്ട് ലെവലുകൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് രാവിലെ ഞാൻ പറഞ്ഞു, ഇല്ലേ? രാവിലെ മാർക്കറ്റ് ഇവിടെയാണ്, ഈ ഏരിയയിലാണ് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തത്, അല്ലേ? ഈ ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ട്രേഡ് ഇല്ല. ഒന്നുകിൽ ഇത് ബ്രേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് ലെവലുകൾ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൺഫർമേഷൻ ഉള്ളൂ. മുകളോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ഒരു 10-15 മിനിറ്റ് മാർക്കറ്റ് നമുക്ക് കൺഫർമേഷൻ കിട്ടണം അപ് ട്രെൻഡിന് വേണ്ടി എന്ന് ഞാൻ കൃത്യമായിട്ട് രാവിലത്തെ വോയിസിൽ പറഞ്ഞിരുന്നു, ഇല്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു. ഇനി നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിച്ചത്? എല്ലാവരും പറയുന്നുണ്ട്, സാർ അത് എല്ലാ ദിവസവും ട്രേഡുകൾ അനലൈസ് ചെയ്യണം, ഓരോ ദിവസത്തെ ഓപ്പർച്യൂണിറ്റികളൊന്ന് പറയണം, അറിയാത്തവർക്ക് പഠിക്കാമല്ലോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ പറഞ്ഞു. കൃത്യമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യമാണ്. അപ്പം അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് രാവിലെ എന്ത് ചെയ്തു? മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് ബൗൺസ് ചെയ്തു, ഇല്ലേ? നേരെ ബൗൺസ് ചെയ്തു. 15 മിനിറ്റ് നമ്മുടെ ആ ക്രിട്ടിക്കൽ ഏരിയ 15 മിനിറ്റ് കഴിഞ്ഞു, ഇല്ലേ? 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഒന്ന് ശാന്തമായി, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം ചാട്ടം എല്ലാം കഴിഞ്ഞ് ശാന്തമായതിനു ശേഷം ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ, ഏകദേശം 50 പോയിൻറ്റിനടുത്തുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 850, ഇത് 782, ഏകദേശം 60 പോയിൻറ്റിനടുത്തുള്ള ഒരൊറ്റ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് തന്നു. തന്നെങ്കിലും ഈ ഗ്രീൻ ക്യാൻഡിൽ എന്താ സംഭവിച്ചേ? നമ്മുടെ ലൈൻ ബ്രേക്ക് ചെയ്തില്ല, അല്ലേ? നമ്മുടെ ലെവല് 850 എന്നുള്ള സംഭവം ബ്രേക്ക് ചെയ്തില്ല. അവിടെ തട്ടി അവിടെ നിന്നു. ശക്തമായ ഒരു മതിൽ പോലെ നമ്മുടെ 850 അവിടെ ശക്തമായി തട്ടി നിന്നു. ഈ 24,850 നമ്മൾ മെനഞ്ഞാന്ന് വരച്ച വരയാണ്. അതിന് ഞാൻ പ്രത്യേക കളർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു ഗ്രീൻ കളർ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഒരു പ്രധാനപ്പെട്ട ലൈനാണ്. ഇവിടുന്ന് ബൗൺസ് ചെയ്യാനോ താഴോട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ലൈന് എന്ന് പറഞ്ഞിട്ടാണ് ഈ ലൈന് പ്രത്യേക കളർ ഇട്ട് വെച്ചേക്കുന്നത്. ശരിയല്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതിനുശേഷം മാർക്കറ്റ് വീണ്ടും തിരിച്ച് റിവേഴ്സ്, അവിടെ തട്ടി തിരിച്ച് റിവേഴ്സ് ചെയ്തു. ബിഗിനേഴ്സിനുള്ള കോള് ഞാൻ പറഞ്ഞു, 10-15 പോയിൻ്റ് അല്ല 20 പോയിൻ്റ് എടുക്കുന്നവർക്കുള്ള അവർ ആ ന്യായം പാലിച്ചിറങ്ങുന്നവർ. 10 പോയിൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അല്ല, 15 പോയിൻറ്റ് കിട്ടി ഇറങ്ങി ട്രേഡ് അവസാനിപ്പിക്കാൻ നോക്കിയിരിക്കുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. അവർക്കുള്ള ട്രേഡാണിത്. കൺഫർമേഷൻ നോക്കിക്കേ, ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നമ്മുടെ ലൈനിൽ എന്ത് ചെയ്തു? ഇവിടെ ക്ലോസിങ് കിട്ടി, ഇല്ലേ? 75% to 80% നമുക്ക് ഒരു ക്ലോസിങ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ ട്രേഡ് എടുത്തു. ആ ട്രേഡിൽ 40 പോയിൻറ്റ്
ഇവിടുന്ന് ഇതാ നോക്കിക്കേ 825 785 ഏകദേശം 40 പോയിൻറ്റിൻ്റെ ഒരു ഫോള് നമുക്ക് ഈ ഒരൊറ്റ റെഡ് ക്യാൻഡിൽ കിട്ടി ഇല്ലേ. അപ്പം ATM സ്ട്രൈക്ക് എടുക്കുന്നവർക്കാണെങ്കിൽ 10 പോയിൻറ്റോ 15 പോയിൻറ്റോ 20 പോയിൻറ്റോ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലസ് നമുക്ക് വിക്സിൻ്റെ ബെനിഫിറ്റ് കൂടെ ഉണ്ടായിരുന്നു. വിക്സ് ഇൻക്രീസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പ്രീമിയത്തിന് നല്ല അപ്രീസിയേഷൻ കിട്ടും. അപ്പം സുന്ദരമായിട്ട് 15 പോയിൻറ്റ്, വേറെ ഒന്നും വേണ്ട, 15 പോയിൻറ്റ് ന്യായം പാലിക്കുന്നവർക്ക് ബിഗിനേഴ്സിന് നമുക്ക് എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന് യാതൊരു തർക്കവുമില്ല. കാരണം കൺഫർമേഷൻസ് അവിടെ ഉണ്ട് ഇല്ലേ. 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നമുക്കവിടെ കിട്ടി. അപ്പോൾ നമുക്ക് സുന്ദരമായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും. ആ ട്രേഡിൽ നമുക്ക് 15 പോയിൻറ്റ് നിങ്ങൾ ടാർഗറ്റ് എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് നിങ്ങളുടെ ഹിറ്റാവും, ഉറപ്പാണ്. ഓക്കെ, ആ ഭാഗം അവിടെ കഴിഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ചെയ്തു. ഇത് ഞാൻ എപ്പോഴും അവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ ഞാൻ ഓപ്പർച്യൂണിറ്റി ഇല്ലെന്ന് പറയത്തുള്ളൂ, തള്ളിന് വേണ്ടി പറയുന്നതല്ല. റിയലായിട്ട് അവിടെ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ടായിരുന്നു അവിടെ ബിഗിനേഴ്സിന്. ഓക്കെ, അത് കൃത്യമായിട്ട് പാലിച്ചവർക്ക് പ്രോഫിറ്റ് കിട്ടി കാണും. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. ഇവിടെയാണ് കഥ. ഇവിടെ മാർക്കറ്റ് മുകളിലോട്ട് പോയതിന് ശേഷം അന്നേരം ഇപ്പോൾ ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു ഇല്ലേ. എന്താ വോയിസ് ഇട്ടത്? നിങ്ങൾ എത്ര പേര് കേൾക്കുന്നുണ്ട്? ഞാൻ വോയിസ് ഇട്ടത് എന്താണ്? മാർക്കറ്റ് ഇതിൻ്റെ മുകളിൽ പോയാലും, ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ മുകളിൽ പോയാലും നിലനിൽക്കുന്ന കാര്യം സംശയമാണ് എന്ന് ഞാൻ സംശയത്തിനതീതമായിട്ട് ഗ്രൂപ്പിൽ പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞു. ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറയും. കാരണം ഞാൻ എന്തുകൊണ്ടത് പറഞ്ഞു പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫോട്ടോയെങ്കിലും ഇട്ടായിരുന്നു. എന്താണ്? ഒരാടിനെ പച്ചല കാണിച്ച് ഒരു മനുഷ്യൻ വിളിച്ച് മേലോട്ട് പതുക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ഇത് ഞാൻ ഇപ്പോഴൊന്നും അല്ല ഇടുന്നത്. ഇത് എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഇങ്ങനെയുള്ള സിമ്പിൾസൊക്കെ ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ഇടാറുണ്ട്. ഇങ്ങനെയുള്ള പ്രതീകാത്മകമായ പിക്ചറുകൾ ഞാൻ ഇടയ്ക്കിടാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആശയം എന്താണെന്ന് എന്നെ ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന പലർക്കും മനസ്സിലാവും. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഫോട്ടോ, ഒരാടിനെ ഇങ്ങനെ നടക്കാത്തൊരാടിനെ പച്ചല കാണിച്ച് ഇങ്ങനെ ഇല കാണിച്ച് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സംഭവം, ഒരു പിക്ചർ ഞാൻ ഇട്ടു. അങ്ങനെ അതിനുശേഷം ഈ മാർക്കറ്റ് ഇവിടുന്ന് നല്ലൊരു ഫോള് കിട്ടി. അതിനുശേഷം കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത ശേഷം അതിന് ഒരു ഫർദർ ഫോള് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ എത്ര പോയിന്റ് നിങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതല്ല ചോദ്യം, നമ്മളുടെ വ്യൂ ആണ് ചോദ്യം അവിടുത്തെ. ഓക്കെ, അതിനുശേഷം വലിച്ച് പച്ചയില കാണിച്ച് മേടിച്ചുകൊണ്ട് പോയ ആടിനെ മുകളിൽ കൊണ്ടിട്ടിട്ട് വെട്ടി എന്ത് ചെയ്തു? പീസാക്കി കളഞ്ഞു. ഓക്കെ, അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഞാൻ തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും ആ തമാശയ്ക്കകത്തും ഒരു കാര്യമുണ്ട്. മനസ്സിലായില്ലേ? ആ കാര്യം ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു മാർക്കറ്റിനിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളത് കേട്ട് മറന്നങ്ങ് പോകും. പക്ഷേ ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ കാണിക്കുമ്പം, അല്ലെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പം നിങ്ങളുടെ മനസ്സിൽ അത് തങ്ങി നിൽക്കും. ഓക്കെ, ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ ആ ഫോട്ടോ ഇട്ടപ്പോൾ ഇതിന് പ്രീവിയസ്ലി ഒരു 5, 6, 8, 10 മാസം മുന്നേ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇതുപോലൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. അന്നും ഇതുപോലൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തള്ളിന് വേണ്ടിയോ അല്ല എൻ്റെ മേന്മയ്ക്ക് വേണ്ടിയോ പറയുന്നതല്ല. ഇത് ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് കൃത്യമായി നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മൾ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കത് മനസ്സിലാകുന്നത്. ആ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എത്ര മുകളിലോട്ട് പോയാലും മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത, താഴോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കൃത്യമായിട്ട് ഞാനവിടെ പറഞ്ഞു. എൻ്റെ വോയിസ് ഇട്ടിട്ടുണ്ട് ഞാനവിടെ അല്ലേ. അതിനുശേഷം കൃത്യമായിട്ട് അവിടുന്ന് എന്ത് സംഭവിച്ചേ? അവിടുന്ന് ഏകദേശം ഈ റേഞ്ച് മുകളിൽ നിന്ന് ഈ റിജക്ഷൻ വന്നപ്പോഴേ എടുത്ത ധാരാളം ആൾക്കാരുണ്ട്. ഏകദേശം 24, 890, 900 റേഞ്ച്, 90 നിന്ന് നല്ലൊരു ഫോള്, അതൊക്കെ 780, 890 വേണ്ട, ഒരു 100 പോയിൻറ്റിൻ്റെ ഫോള്, അത്രയും കൂട്ടിയാൽ മതി. ഒരു 100 പോയിൻറ്റിൻ്റെ ഫോള് കിട്ടി. നിങ്ങൾക്കൊരു 30 പോയിൻറ്റ്, 50 പോയിൻ്റ് ഒന്നും വേണ്ട, ഒരു 30 പോയിൻറ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ? അതിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണ്? നമുക്കിനി ഇവിടെ റിസ്കി ട്രേഡേഴ്സിനാണ്, പിന്നെ ബിഗിനേഴ്സിന് ഇവിടെ ട്രേഡ് ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം എന്താണ്? ഇത് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി നമുക്ക് റിജക്ഷൻ കിട്ടിയില്ലേ. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ്, സെക്കൻഡ് ക്യാൻഡിൽ ഇവിടുന്ന് റിജക്ഷൻ ക്യാൻഡിൽ കിട്ടി, തേർഡ് ക്യാൻഡിൽ ഒരു മറുബോസുമാണ് അല്ലേ, ഒരു മറുബോസ് ക്യാൻഡിലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു വീണ് കിടക്കുന്ന മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് ഉയർത്തെഴുന്നേറ്റ് മേലോട്ട് പോയതിന് ശേഷം ഒരു മറുബോസ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? കൂടുതലായിരിക്കും ഇല്ലേ. പ്രോബബിലിറ്റി കൂടുതലാണ്. അത് മാത്രമല്ല, ഇവിടെ എന്താണ്? പ്രോബബിലിറ്റി കൂടുതലാണ്, SL ചെറുതുമാണ്. നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ SL വളരെ ചെറുതായിരിക്കും ഇല്ലേ.
കൃത്യമായിട്ടൊരു 100 പോയിൻറ്റ് നമുക്ക് കിട്ടി. ഒരു 50 പോയിൻറ്റ്, 30 പോയിൻറ്റ്, 40 പോയിൻറ്റ് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. രണ്ടാമത് വീണ്ടും പോയി, വീണ്ടും മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ബൗൺസ് ചെയ്തതിന് ശേഷം നമ്മുടെ ലൈനിന് തൊട്ടടുത്ത് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. ഇല്ലേ, റിവേഴ്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴോട്ട് പോയി. അപ്പോൾ ഇതാണ് ഓപ്പർച്യൂണിറ്റികൾ. ഓക്കെ, പിന്നെ അതിനുശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇത് ഇവിടെ ഉണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് ലോങ് പിന്നെ ബെയറിഷ് ക്യാൻഡിലാണ്. നമുക്ക് എൻട്രി നമുക്കവിടെ എടുക്കുമ്പോൾ, ഇവിടെ എൻട്രി എടുക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ SL നമ്മുടെ കൂടുതലായിരിക്കും. ഇല്ലേ, അപ്പോൾ നമ്മൾ ആ എൻട്രി പ്രോത്സാഹിപ്പിക്കത്തില്ല. റിസ്ക്കിക്കാരെടുക്കും, റിസ്കി ട്രേഡേഴ്സ് അവന്മാർ എന്തുവാണെങ്കിലും എടുക്കും, അത് വിഷയമുള്ള കാര്യമല്ല. ഓക്കെ, അവന്മാർക്ക് ലാഭവും നഷ്ടവും അവരുടെ അതിൻ്റെ റേഷ്യോ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് അവർ സഹിക്കാൻ തയ്യാറായിട്ട് തന്നെ കൃത്യമായ സ്റ്റോപ്പ് ലോസ് കൂടെ അവർ ട്രേഡ് എടുക്കും. ഓക്കെ, അത് നമുക്ക് അവിടെ നമ്മുടെ കൺസേൺ അല്ല അത്. ഞാൻ എപ്പോഴും ബിഗിനേഴ്സിനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. റിസ്കി ട്രേഡേഴ്സ് നിങ്ങളുടെ യുക്തം പോലെ നിങ്ങൾ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് ഉണ്ട്, പക്ഷേ നമ്മുടെ SL വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ മാറി നിൽക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതിനുശേഷം അവസാനം വന്ന് മാർക്കറ്റിൽ കൺസോളിഡേഷൻ മോഡിലേക്ക് മാർക്കറ്റ് പോയി. ഇപ്പോൾ ഇത്രയാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക, നിങ്ങൾക്ക് എവിടെയൊക്കെ എൻട്രി ഉണ്ടായിരുന്നു, എവിടെയൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ ട്രേഡ് ചെയ്തതിൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം ഒരു 70% ആൾക്കാർക്കും പ്രോഫിറ്റിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും എനിക്കറിയത്തില്ല ബാക്കി എന്താ സംഭവിച്ചത്. പിന്നെ മാത്രം നോക്കിയിരിക്കുന്നവരോട് എനിക്കൊന്നും പറയാനുമില്ല. ഓരോ ഫോളിലും ഞാൻ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരെ എനിക്കൊന്നും പറയാനില്ല. കാരണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ ഒരു കൃത്യമായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞത്, അപ്പോൾ അത് അടുത്ത് ഇതിനകത്ത് ഞാൻ പറയാം. അപ്പോൾ നാളെ നമുക്ക് മാർക്കറ്റ് വരയ്ക്കാനൊന്നുമില്ല, വരയ്ക്കാൻ ഒരു സംഗതികൾ നമ്മൾ വരകളെല്ലാം അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ ഇനിയും നോക്കുക, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ഇതിനകത്താണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് നോക്കുക. ഇവിടെയാണെങ്കിലും മാർക്കറ്റ് ചെറിയ ഗ്യാപ്പ് അപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യും, അല്ല താഴെ ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് നോക്കും, ഇവിടുന്ന് തിരിച്ച് ബൗൺസ് ചെയ്യുമോ അത് തിരിച്ച് ഇവിടെ താഴോട്ട് വരുമോ എന്ന് നോക്കുക. അതൊക്കെ ഞാൻ ഒന്നും പറയുന്ന കാര്യം, പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ആവർത്തന വിരസത ഉണ്ടാകും. അപ്പം പ്രൈസ് ആക്ഷൻ നോക്കി ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ട്രെൻഡ് എന്ന് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. അപ്പം നമുക്ക് ഇവിടെ ഞാൻ ഇന്നലെ വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങളിന്ന് ട്രേഡ് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നവർ കോട്ടക് ബാങ്കിനെ നോക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അല്ലേ, കോട്ടക് ബാങ്കിനെ നോക്കണം. വിശദമായിട്ട് ഞാൻ കോട്ടക് ബാങ്കിനെ എടുത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു, അനലൈസ് ചെയ്തു. ഇല്ലേ, കോട്ടക് ബാങ്കിനെ നമുക്കിത് എടുത്ത് നോക്കാം എന്താ സംഭവിച്ചത്. ബാക്കി ആരും വളരെ ഫ്ലാറ്റായിരുന്നു. റിലയൻസ് ഫ്ലാറ്റായിരുന്നു, HDFC ഫ്ലാറ്റായിരുന്നു, ICICI ഫ്ലാറ്റ്, ചെറിയൊരു പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷേ കോട്ടക് ബാങ്ക് 7% വീണു. എന്തുകൊണ്ടാണ് 7% വീണത്? ഞാൻ പറഞ്ഞു ഇന്നലെ റിസൾട്ട് വളരെ മോശമാണ്. അതുകൊണ്ട് കോട്ടക് ബാങ്കിലൊരു ഫോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു മേജർ റെസിസ്റ്റൻസിലാണ്, ഒരു സപ്പോർട്ടിലാണ്, ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് പോകുന്നു പറഞ്ഞു. പക്ഷേ ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ, 5% മേളിലുള്ള ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം നേരെ മാർക്കറ്റ് താഴോട്ട് പോകുമായിരുന്നു. ഞാൻ ഈ 1978 ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു, ഇത് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, എൻ്റെ ബർത്ത്ഡേ ആണ്, ഇവിടെയൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് ഞാനിത് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇനിയിപ്പം ഈ 1978 നിലനിർത്തുന്നുണ്ടോ നോക്കുക. കോട്ടക് ബാങ്ക് നിലനിർത്തുമോ അതോ നേരെ മാർക്കറ്റ് തിരിച്ച് താഴെ പോവും? 1928 ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുന്നു നോക്കുക. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ പൂർവ്വ ചരിത്രം മുഴുവൻ ഞാൻ പറഞ്ഞു ഇന്നലെ വീക്കിലി അനാലിസിസിൽ. ഞാൻ വളരെ വ്യക്തമായിട്ടും വളരെ വിശദമായിട്ടും നമ്മുടെ ഈ കോട്ടക് ബാങ്കിൻ്റെ ചരിത്രം ഞാൻ നമ്മുടെ വീക്കിലി അനാലിസിസിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ഓക്കെ, അത് മനസ്സിലായവർക്ക് കാര്യം മനസ്സിലായി കാണും. അപ്പം ഇതിനെ ആശ്രയിച്ചാണ് ഇന്ന് എന്ത് പോയത്, നമ്മുടെ ബാങ്ക് നിഫ്റ്റി പോയത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകളൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ വരച്ച അതേ 56.070 ലൈനിലാണ് നമ്മുടെ മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നമ്മുടെ ലെവലിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്ന നാളെ എങ്ങോട്ടാണ് നോക്കുക. കാരണം വരകളെല്ലാം ഇവിടെ തന്നെ കിടപ്പുണ്ട്, വരകൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ എന്നും വര വരയ്ക്കാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വരകളൊക്കെ വളരെ കൃത്യമാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ ഈ വരകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഇല്ലേ, 1.5 മാസമായിട്ട്. അപ്പം ഈ വരകളൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വരയിൽ നോക്കി പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യുക. പിന്നെ രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്ന് നിഫ്റ്റിയാണ്, മിഡ് ക്യാപ്പാണ്. മിഡ് ക്യാപ്പ് എന്തിനാണോ രാവിലെ പോയതെന്ന് ഒരു പിടുത്തവും ഇല്ല. എന്തായാലും വലിച്ച് 100 പോയിൻറ്റ് 150 പോയിൻറ്റ് വലിച്ച് മുകളിൽ കയറ്റി അതുപോലെ തന്നെ പൊട്ടിച്ച് താഴെ ഇടുകയും ചെയ്തു. അതിനേക്കാൾ കൂടുതൽ 150 പോയിൻറ്റ് മേലോട്ട് കയറിയെങ്കിൽ 200 പോയിൻറ്റ് പൊട്ടിച്ച്
താഴെ ഇട്ടു. അപ്പോൾ പക്ഷേ ഈ ഞാൻ പറഞ്ഞു 12,840 ഒരു വ്യക്തമായ കളറ് സഹിതം ഇട്ടേക്കുന്നത്. 12,840 ഒരു മേജർ സപ്പോർട്ടാണ്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ കണ്ടു വെച്ച് ട്രേഡ് എടുത്ത് ധാരാളം ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സംഭവിച്ച് ഇവിടുന്ന് കോൾ ഓപ്ഷൻ എടുത്തവരുണ്ട്. അവർക്കൊക്കെ 1,000-1,500 രൂപ പ്രോഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, അങ്ങനെ പലരും സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി നോക്കുക ഇവിടുന്ന് മേലോട്ടാണോ താഴോട്ടാണോ. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. 140 ക്വാണ്ടിറ്റിയാണ്. 10 പോയിൻ്റ് മാറിയാൽ റോങ് പോയാൽ 1,400 രൂപയാണ് ലോസ്. ലാഭം കിട്ടിയാൽ അതുപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക, ന്യായം പാലിക്കുക, വലിയ വലിയ ടാർഗറ്റുകൾക്ക് നോക്കിയിരിക്കാതെ കൃത്യമായ ഇടവേളകളിൽ നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ നിങ്ങൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്കിനെ തന്നെ ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ഈ പറയുന്ന എല്ലാ ഇതും HDFCയെയും ICICIയെയും പിന്നെ കോട്ടക്കിനെയും ആക്സിസിനെയും ഒക്കെ നോക്കുക. ഇനി ആക്സിസിനെയും താഴോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 10-50 വരെയൊക്കെ പോകാനുള്ള സാധ്യതയേ ഉള്ളൂ. അതിന് താഴോട്ടൊന്നും ആക്സിസ് ബാങ്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ സിവിയറായിട്ട് താഴോട്ട് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കേണ്ടത് HDFC, കോട്ടക്ക്, ICICI. ഓക്കെ, ഇവരുടെ മൂവ്മെൻറ്റ് അനുസരിച്ചിരിക്കും നാളെ മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, ഇത് തന്നെ ഈ സ്റ്റോക്കുകൾ തന്നെ നിഫ്റ്റിയിലും എന്ത് ചെയ്യും, ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ബാക്കി സ്റ്റോക്കുകളുടെ റിലയൻസോടൊക്കെ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷെങ്കിൽ താഴോട്ട് എന്തായാലും ഇന്ന് വൈകുന്നേരം ന്യൂസുകളൊന്നും വന്നില്ല, നമുക്കറിയത്തില്ല എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അപ്പോൾ എന്തായാലും രാവിലെ നമുക്ക് പ്രീ ഓപ്പണിങ്ങിൽ നമുക്ക് കാര്യം നോക്കാം. നാളെ ഞാൻ കുറച്ച് ബിസിയുള്ള ദിവസമാണ്. അപ്പം കുറച്ച് ഞാൻ ചിലപ്പം ഇടയ്ക്ക് അവൈലബിൾ അല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും രാവിലെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.